ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വബഅദ്. സൂറ നിസായിലെ 123-ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കുന്നത്. ലൈസ ബി അമാനിയികും വലാ അമാനി അഹ്ലിൽ കിതാബ് من يعمل سوءا يجز به ولا يجد له من دون الله وليا ولا نصيرا ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا ومن أحسن دينا ممن أسلم وجهه لله وهو محسن واتبع ملة إبراهيم حنيفا واتخذ الله إبراهيم خليلا ولله ما في السماوات وما في الأرض وكان الله بكل شيء محيطا. ലൈസ ബി അമാനിയിക്കും, നിങ്ങളുടെ വ്യാമോഹങ്ങളെ അനുസരിച്ചല്ല. വലാ അമാനി അഹ്ലിൽ കിതാബ്, അതേപോലെ തന്നെ വേദക്കാരുടെ വ്യാമോഹങ്ങൾക്കും അനുസരിച്ചല്ല കാര്യങ്ങളൊന്നും നടക്കുന്നത്. മൈ അമൽ സൂഅൻ യുജ്സ ബിഹി, വല്ലവനും ഒരു തിന്മ ചെയ്യുകയാണെങ്കിൽ അവനതിന് പ്രതിഫലം നൽകപ്പെടും. വലാ യജിദ് ലഹു മിൻ ദൂനില്ലാഹി വലിയ്യം വലാ നസീറ, അവന് അള്ളാഹുവിന് പുറമെ ഒരു രക്ഷാധികാരിയെയോ സഹായിയെയോ കാണാൻ കഴിയുന്നതുമല്ല. ഈ ആയത്തുകൾ അവതരിക്കാനുള്ള ഒരു സന്ദർഭം, അവതരണ പശ്ചാത്തലം ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് വേദക്കാരിൽപ്പെട്ട ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തി അങ്ങനെ ചില സംവാദങ്ങളൊക്കെ നടന്ന പശ്ചാത്തലമാണ് എന്നാണ്. ഇബ്നു ജരീർ, ഇബ്നു അബി ഹാത്തിം അവരിൽ നിന്നൊക്കെ ഉദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവമാണ്. ഇൽതഖാ നാസും മിനൽ മുസ്ലിമീന വൽ യഹൂദി വൻ നസാറ, ജൂതന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും മുസ്ലിങ്ങളിൽ നിന്നുമൊക്കെ കുറച്ച് ആളുകൾ ഇങ്ങനെ പരസ്പരം ഒരുമിച്ച് കൂടി. ഫഖാലൽ യഹൂദു ലിൽ മുസ്ലിമീൻ, ജൂതന്മാർ മുസ്ലിങ്ങളോട് പറഞ്ഞു, നഹ്നു ഖൈറും മിൻകും, നിങ്ങളെക്കാൾ ഉത്തമരായ ആൾ ഞങ്ങളാണ്. ദീനുനാ ഖബല ദീനിക്കും, നിങ്ങളുടെ ദീന് വരുന്നതിൻ്റെ മുമ്പ് ഞങ്ങളുടെ ദീന് വന്നിട്ടുണ്ട്. മൂസാ നബിയാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വന്നത്. വ കിതാബുനാ ഖബല കിതാബിക്കും, നിങ്ങളുടെ വേദം വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വേദം കിട്ടിയിട്ടുണ്ട്. വ നബിയ്യുനാ ഖബല നബിയിക്കും, നിങ്ങളുടെ നബിൻ്റെ മുമ്പാണ് ഞങ്ങളുടെ നബി വന്നത്. നഹ്നു അലാ ദീനി ഇബ്രാഹിം, ഞങ്ങൾ ഇബ്രാഹിം നബിൻ്റെ ദീനിലുള്ള ആൾക്കാരാണ്. ഞങ്ങളെപ്പറ്റി എന്താ ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചത്? വലൻ യദ്ഖുലൽ ജന്ന ഇല്ലാ മൻ കാന ഹൂദാ, അതുകൊണ്ട് യഹൂദനായാൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുള്ളൂ. അവർക്ക് അവരുടെ മതത്തെക്കുറിച്ചുള്ള ഓരോ ആഗ്രഹങ്ങളാണ്, അഭിലാഷങ്ങളാണ്, അവരുടെ വ്യാമോഹങ്ങളാണ് അവർ ഈ പറയുന്നത്. ക്രിസ്ത്യാനികൾ ഇതേപോലെ പറഞ്ഞു. വക്കാലത്തിൻ നസാറ മിസ്ല ദാലിക്, അവർ അവരുടെ മതത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. ഖുർആനിൽ അങ്ങനെ തന്നെ അവരുടെ പ്രസ്താവനകൾ പലയിടത്ത് വന്നിട്ടുണ്ട്. നഹനു അബ്നാ ഉല്ലാഹി വഹിബ്ബാഹു എന്ന് ജൂതന്മാരവരെ സ്വയം പുകഴ്ത്തി പറയാറുണ്ടായിരുന്നു എന്നാണ്. ഞങ്ങൾ അള്ളാഹിൻ്റെ സന്താനങ്ങളാണ്, അള്ളാഹിൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരാണ് ജൂതന്മാരായ ഞങ്ങളെന്ന് അവർ പറയും.
മുസ്ലിങ്ങളും പറഞ്ഞു ഫഖാലൽ മുസ്ലിമൂൻ കിതാബുന ബഅദ കിതാബിക്കും നബീന ബഅദ നബീക്കും, ഞങ്ങളുടെ കിതാബ് നിങ്ങളുടെ വേദത്തിന് ശേഷം വന്നത് തന്നെയാണ്, അതേപോലെ തന്നെ നിങ്ങളുടെ നബിക്ക് ശേഷം വന്നത് തന്നെയാണ് ഞങ്ങളുടെ നബി. വഖദ് ഉമിർത്തും അൻ തത്തബിഊന, നിങ്ങളൊക്കെ ഞങ്ങളെ പിന്തുടരണമെന്നാണ് വേദപുസ്തകത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വതത്റുകൂ അംറക്കും, നിങ്ങളുടെ കാര്യമെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ്. ഫനഹ്നു ഖൈറും മിൻകും, അതുകൊണ്ട് നിങ്ങളെക്കാൾ ഉത്തമർ ഞങ്ങൾ തന്നെയാണ്. നഹ്നു അലാ ദീനി ഇബ്രാഹിമ വ ഇസ്മായില വ ഇസ്ഹാഖ, ഇബ്രാഹിം നബിൻ്റെയും ഇസ്ഹാഖ് നബിൻ്റെ ഇസ്മായിൽ നബിൻ്റെ ഒക്കെ ദീനിൽ തന്നെയാണ് ഞങ്ങൾ. വലൻ യദ്ഖുലൽ ജന്ന ഇല്ലാ മൻ കാന അലാ ദീനിന, അതുകൊണ്ട് ഞങ്ങളുടെ ദീനിൽ ആയവരല്ലാതെ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇങ്ങനെയൊക്കെയുള്ളൊരു വാദം അവർക്കിടയിൽ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും ദീനിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുന്നത് കൊണ്ട് മാത്രം ഒരാൾ രക്ഷപ്പെടുകയില്ല. ഞങ്ങളുടെ ദീനാണ് നല്ല ദീൻ, ഇസ്ലാം ദീൻ നല്ല ദീനാണെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് മാതിരി ചെയ്താൽ ആ ദീനിൻ്റെ പേരിൽ അഭിമാനം കൊണ്ട് ഈ ദീനിൻ്റെ പേരിൽ ഒരുപാട് വ്യാമോഹങ്ങൾ വെച്ച് പുലർത്തി ഇങ്ങനെ നടന്ന് ജീവിച്ചത് കൊണ്ട് എന്തില്ല, രക്ഷയുണ്ടാവുകയില്ല. വിശ്വാസവും കർമ്മവുമാണ് ഒരാളെ രക്ഷപ്പെടുത്തുന്നത് എന്ന കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ബോധ്യപ്പെടുത്തുന്നത്. ഈ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളായാൽ തന്നെ രക്ഷപ്പെട്ട് പിന്നെ എന്തു ആകാമെന്നുള്ളതാണ് മനുഷ്യന്മാർക്ക്. പിന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകളോ അള്ളാഹിൻ്റെ വിലക്കുകളോ ഒന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതില്ല, മുസ്ലിമായ രക്ഷപ്പെട്ടു എന്നുള്ള ധാരണ ആർക്കുണ്ടായിരുന്ന പോലെ ഒരാൾ ക്രിസ്ത്യാനിയാൽ രക്ഷപ്പെട്ടു, ജൂതനായ രക്ഷപ്പെട്ടു എന്നുള്ള ധാരണ, ഈ ധാരണ തിരുത്തുകയാണ് ഈ ആയത്ത് ചെയ്യുന്നത്. അതാണ് ലൈസ ബി അമാനിയിക്കും, കാര്യങ്ങളൊന്നും നിങ്ങളുടെ വ്യാമോഹങ്ങൾക്കനുസരിച്ചല്ല നടക്കുന്നത്. വലാ അമാനി അഹ്ലിൽ കിതാബ്, വേദക്കാരുടെ വ്യാമോഹങ്ങൾക്കും അനുസരിച്ചല്ല കാര്യങ്ങൾ നടക്കുന്നത്. അമാനി എന്ന് പറഞ്ഞാൽ ഉംനിയത്ത് എന്നാണ് അതിൻ്റെ ഏകവചന രൂപം. ഉംനിയത്ത് എന്നതിൻ്റെ ബഹുവചനമാണെന്ത്, അമാനി. അപ്പോൾ നിങ്ങളുടെ അമാനികൾക്കനുസരിച്ച് വ്യാമോഹങ്ങൾക്കനുസരിച്ചൊന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങളങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങൾ തെറ്റ് ചെയ്താൽ അതിന് തിന്മ ശിക്ഷ കിട്ടുകയില്ല എന്നാണോ? അതുകൊണ്ടാണ് തെറ്റിൻ്റെ കാര്യം അള്ളാഹു പ്രത്യേകം ഇവിടെ എടുത്തു പറയുന്നത്. നന്മയുടെ കാര്യം പിന്നെ അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ദീൻ ഇന്ന ദീനിലായി എന്നതിൻ്റെ പേരിൽ ഒരാൾ എന്ത് ചെയ്യൂല, രക്ഷപ്പെടില്ല. ആ ദീനനുസരിച്ചുള്ള വിശ്വാസവും ജീവിതവും ഒരാൾ പുലർത്തിയാൽ മാത്രമേ ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന്. അതാണ് മയ്യഅമൽ സൂഅൻ, വല്ലവനും വല്ല തിന്മയും പ്രവർത്തിച്ചാൽ യുജ്സബി, അവൻ അതിനുള്ള പ്രതിഫലം നൽകപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മുടെ ദീൻ എന്നുള്ളത് അന്തസ്സ് നടിക്കാനോ അതിൻ്റെ പേരിൽ അഭിമാനം നടിക്കാനോ മാത്രം ഉള്ളതായി പോയാൻ പാടില്ല. ദീനിൻ്റെ അതിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസ, ആദർശ, പ്രവർത്തന, അനുഷ്ഠാന, ആചാര കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്നതാണ്. ഈ ആയത്ത് അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായ സഹാബിമാർക്കുണ്ടായ ചില കാര്യങ്ങളെയും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മൈ അമൽ സൂഅൻ യുജ്സബി എന്ന ഈ ആയത്ത് അവതരിച്ച സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച്, എന്ത് തിന്മ വരികയാണെങ്കിലും അതിനുള്ള തെറ്റ് നമുക്ക് കിട്ടുമല്ലോ, എന്ത് തിന്മ ചെയ്താലും അതിനുള്ള ശിക്ഷ നമുക്ക് കിട്ടുമല്ലോ എന്ന് ആലോചിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ അരികിലേക്ക് ചെന്ന് ചോദിക്കുകയുണ്ടായി, മൻ യുൻജമാ ഹാദാ യാ റസൂലല്ലാഹ്, തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റസൂലേ? അപ്പോൾ ആരാണ് രക്ഷപ്പെടുക? തെറ്റ് പറ്റിപ്പോയാൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പാപങ്ങൾ പുറത്തു കൊടുക്കും, അല്ലേ? അപ്പോൾ ഇത് പുറത്തു കൊടുക്കാതിരിക്കാനുള്ള
ഒരു വിധിയാണോ എന്ന രീതിയിലാണ് അദ്ദേഹം ചോദിച്ചത്. ഫഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖിനെ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അമാ തഹ്സൻ, നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? അമാ തമ്രൻ, നിനക്ക് രോഗം ഉണ്ടാകാറില്ലേ? നിനക്ക് പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ വരാറില്ലേ? അമാ യുസീബുക്കൽ ബല, വിപത്തുകളും പരീക്ഷണങ്ങളൊക്കെ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് വരാറില്ലേ? അബൂബക്കർ സിദ്ദീഖിനോട് ചോദിക്കുക. ഖാല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ബലാ യാ റസൂലല്ലാഹ്, അങ്ങനെ ഉണ്ടാകാറുണ്ട്. ഹുവ ദാക്, അപ്പോൾ ഈ പരീക്ഷണങ്ങളൊക്കെ അതിനുള്ളതാണ്. ഏതിനുള്ളതാണ്? നിങ്ങളുടെ ജീവിതത്തിലെ വീഴ്ചകളും തെറ്റുകളും പോരായ്മകളുമൊക്കെ സംഭവിക്കുമ്പോൾ അത് മായ്ക്കപ്പെടാനും പൊറുക്കപ്പെടാനും ഉള്ളതാണ് ഈ പരീക്ഷണങ്ങളൊക്കെ. പരീക്ഷണങ്ങൾ ഒരു വിശ്വാസിക്കുണ്ടാകുമ്പോൾ അവൻ അള്ളാഹുവിനെ ഓർത്ത് ക്ഷമിച്ച് അള്ളാഹുവിൻ്റെ കുറിച്ചുള്ള വിചാരങ്ങൾ അവൻ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ അവൻ്റെ ദോഷങ്ങളൊക്കെ പഠിച്ചവൻ പുറത്തു തരുന്നു. അപ്പോൾ നമുക്ക് രോഗം വരികയാണെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിലേക്ക് അടുക്കുകയും അവനോട് കൂടുതൽ അനുദപിച്ച് മടങ്ങുകയും ചെയ്യുന്നൊരവസ്ഥയാണ് വിശ്വാസിക്കുണ്ടാകേണ്ടത്. അപ്പോൾ നമുക്കൊരു ചാൻസായിട്ടാണ്. നമുക്കറിയാം, ഈ അറബികളൊക്കെ വിദേശങ്ങളിൽ ജോലി ചെയ്ത ആളുകൾക്ക് കാണാൻ കഴിയും, നമുക്കെന്തെങ്കിലുമൊക്കെ അസുഖം വന്നാലോ രോഗം വന്നാലോ രോഗം വന്നാൽ അവരെന്താ പറയുക? അൽഹംദുലില്ലാ, യഗ്ഫിറുല്ലാഹു ദുനൂബക്, പഠിച്ചവൻ എൻ്റെ പാപങ്ങളൊക്കെ പുറത്തേറ്റ, അൽഹംദുലില്ലാ. നമ്മൾക്കൊരാൾക്ക് സുഖമില്ല, നാൾ ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു നോക്കി, എന്തായിരിക്കും? നമ്മളൊരു സുഹൃത്ത്, അവനൊരു ആക്സിഡൻറ്റ് പറ്റി, അവൻ്റെ കാലൊക്കെ പൊട്ടിയിട്ടുണ്ട്, പ്ലാസ്റ്റർ ഇട്ട് കിടക്കുകയാണ് ആശുപത്രിയിൽ, അൽഹംദുലില്ലാ നമ്മൾ പറയും. അതിനെ പറയേണ്ടത് ശരിക്കും അള്ളാഹുവിൻ്റെ സ്തുതി. അപ്പോൾ ഈ പരീക്ഷണങ്ങളിലൂടെയാണ് മനുഷ്യൻ നീന്തി കയറേണ്ടത്. ആ പരീക്ഷണങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ഓർക്കുകയും അവനെ സ്തുതിക്കുകയും. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ തന്നെ എടുത്തു നോക്കിയാൽ മതി, അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പകാലം മുതലുള്ള ജീവിതം എടുത്തു നോക്കൂ നിങ്ങൾ. അനാഥത്വം എത്രമേൽ ദുഃഖിതമാണോ അതിൻ്റെ എല്ലാ വ്യഥകളും ജീവിതത്തിൽ അനുഭവിച്ച കടിച്ചിറക്കിയ വ്യക്തിയാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അനാഥനെ കണ്ടാൽ റസൂലിനറിയും അതിൻ്റെ പ്രയാസങ്ങൾ. അനാഥത്വത്തിലൂടെ നീന്തിക്കയറിയ ആളാണ്. അതേപോലെ ഓരോ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളും എടുത്തു നോക്കൂ നിങ്ങൾ. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. നമ്മളൊക്കെ ബാപ്പാ എന്ന് വിളിച്ചിട്ടില്ലേ? ബാപ്പ മരിച്ചവരുണ്ടെങ്കിലും ഉമ്മ എന്ന് വിളിച്ചിട്ടില്ലേ? ഉമ്മ മരിച്ചവരുണ്ടെങ്കിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ ജീവിതത്തിൽ ബാപ്പാ എന്ന് വിളിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ചെറുപ്പത്തിൽ തന്നെ ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞാൽ അനാഥത്വത്തിൻ്റെ പരിപൂർണതയാണത്. ചെറുപ്പത്തിൽ ബാപ്പല്ലെങ്കിൽ ഉമ്മാൻ്റെ സ്നേഹം അതുപോലെ തന്നെ തണലൊക്കെ കിട്ടുമല്ലോ, അതും അധികം കിട്ടിയിട്ടില്ല ആർക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഓരോ കാര്യം സൂറത്തുൽ ദുഹ അല്ലേ, സൂറത്തുൽ ദുഹ അത് നോക്കി നോക്കൂ. വൽ ദുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് അവതീർണമായ വചനങ്ങളാണത്. ദുഹ എന്ന് പറഞ്ഞാൽ ഈ സമയമാണ് ദുഹ സമയം എന്ന് പറയുന്നത്. ദുഹ സമയത്തുള്ള പ്രകാശവും പ്രഭയും തന്നെയാണ് സത്യം. വല്ലൈൽ, രാത്രിയുടെ ഇരുട്ടും. എന്നിട്ട് പറയുന്നത് രാവും പകലും പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും വ്യത്യസ്തമാണ്. ജീവിതത്തിലും രാവുകളുണ്ടാകും, പകലുകളും ഉണ്ടാകും, വെളിച്ചം ഉണ്ടാകും, ഇരുട്ടും ഉണ്ടാകും, സുഖമുണ്ടാകും, ദുഃഖമുണ്ടാകും, കണ്ണീരുണ്ടാകും, പുഞ്ചിരി ഉണ്ടാകും, സന്തോഷമുണ്ടാകും, സന്താപമുണ്ടാകും, അനുഗ്രഹങ്ങളുണ്ടാകും, നിഗ്രഹാവസ്ഥകളുണ്ടാകും. അതാണ് ജീവിതം, രാവും പകലും പോലെ.
വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക്, നിന്റെ റബ്ബ് നിന്നെ കൈയൊഴിഞ്ഞിട്ടില്ല. വമാ ഖലാ, റസൂലേ നിങ്ങളോട് പിണക്കത്തിലുമല്ല. ഇതൊരു പ്രത്യേക സന്ദർഭത്തിലാണ് ഈ സൂറ അവതരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയൊക്കെ വന്നു. ഇഖ്റയിലെ ആദ്യത്തെ 5 ആയത്തുകൾ, പഞ്ചസൂക്തങ്ങൾ അവതീർണമായി. പിന്നെ കുറച്ചിങ്ങനെ ആയത്തുകൾ, സൂറ മുസമ്മിൽ, മുദ്ദസ്സിർ, അങ്ങനെയൊക്കെ ഉള്ളത് ഇങ്ങനെ അവതീർണമായി. ഇടയ്ക്ക് പിന്നെ വഹിയിനൊരു ഗ്യാപ്പ് ഉണ്ടായി. അപ്പോൾ ശത്രുക്കളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയല്ല, മുഹമ്മദിൻ്റെ അരികിൽ വരുന്ന ആ ആളിപ്പോൾ വരവ് നിർത്തിയിട്ടുണ്ടോ, ഇപ്പോൾ പുതിയതൊന്നും കേൾക്കണില്ല കേട്ടോ. നബിയെ കളിയാക്കാനും പരിഹസിക്കാനും തുടങ്ങി. ഖുർആൻ്റെ ആയത്തുകളും വചനങ്ങളും ഇപ്പോൾ വഹി വന്നിട്ട് നിലച്ചിട്ടുണ്ടോ, എന്താ വരാത്തത്? ഫിത്രത്തുൽ വഹി എന്ന് അതിനെക്കുറിച്ച് ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഒരു ഇടവേള വഹീനുണ്ടായി. അതിനുശേഷം പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് അവതരിച്ച് പ്രവാചകന് നൽകിയ വചനങ്ങളാണിത്. മാ വദ്ദഅക റബ്ബുക്, നിന്റെ റബ്ബ് നിന്നെ കൈയൊഴിഞ്ഞിട്ടില്ല. വമാ ഖല, അവർ പറയും പോലെ നിന്റെ റബ്ബ് നിന്നോട് പിണക്കത്തിലുമില്ല. പിന്നെ പറയുന്നത് എന്താ? പിന്നെ താഴത്തെന്താ? മാ വദ്ദഅക റബ്ബുക വമാ ഖല വൽ ആഖിറ ഖൈറുൽ ലക മിനൽ ഊലാ, ഈ ദുനിയാവിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമമായി വരാനുണ്ടൊരു ജീവിതം. അതെന്താണ്? ആഖിറത്താണ്. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക ഫതർല, നിന്റെ റബ്ബ് താങ്കൾക്ക് നൽകുക തന്നെ ചെയ്യും അനുഗ്രഹങ്ങൾ, അപ്പോൾ താങ്കൾ തൃപ്തിയടയും. പിന്നെ പറയുന്ന ചോദ്യം നോക്കൂ, അലം യജ്ദക യതീമൻ ഫആവാ, അനാഥനായി നിന്റെ റബ്ബ് നിന്നെ കണ്ടില്ലേ, നിനക്ക് അഭയം നൽകിയില്ലേ? പിതാവ് മരിച്ചാലും പിതാവിൻ്റെ സ്ഥാനത്തേക്ക് പിതൃതുല്യനായ പിതാമഹൻ കടന്നു വരുന്നു. ആര്? പ്രവാചകനെ സംരക്ഷിച്ച പിതാമഹൻ ആരായിരുന്നു? പിതൃവ്യൻ അല്ലേ? പിതൃവ്യൻ. പിതാമഹൻ എന്ന വല്യാപ്പ, അത് അബ്ദുൽ മുത്തലിബ്. അതിനുശേഷം അബൂ ത്വാലിബ് കടന്നു വരികയാണ്. പിതാവ് മരിച്ചതിന് ശേഷം അഭയം നൽകി. വവജദക ളാല്ലൻ ഫഹദ, വഴിയറിയാത്തവനായി താങ്കളെ കണ്ടില്ലേ, എന്നിട്ട് യഥാർത്ഥ വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്നില്ലേ? ഹിദായത്ത് മാത്രമല്ല, ലോകത്തെ മുഴുവൻ ഹിദായത്തിലേക്ക് ക്ഷണിക്കാനുള്ള മഹത്തായ ദൗത്യം, നുബുവത്ത്, റിസാലത്ത്, അതൊക്കെ ആർക്ക് നൽകി? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നില്ലേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കണം. വവജദക ളാല്ലൻ ഫഹദ, അതിനാൽ എന്ത് വേണം? പിന്നെന്താ പറയണത്? വവജദക ആയിലൻ ഫഅഗ്ന, പ്രാരാബ്ധക്കാരനായി താങ്കളെ കണ്ടില്ലേ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ ധന്യനാക്കി. ആയിൽ എന്ന് പറഞ്ഞാൽ എന്താ? പ്രാരാബ്ധക്കാരൻ. കുടുംബത്തിന്, ഫാമിലിക്ക് അറബിയിൽ ആയില എന്ന് പറയും. ആയില ഫാമിലിയാണ്. കാരണം ഫാമിലി ഉണ്ടെങ്കിൽ പിന്നെ എന്തായി, അതിൻ്റെ ചുമതല മുഴുവൻ ആരേറ്റെടുക്കണം? ഈ വ്യക്തി ഏറ്റെടുക്കണം. അപ്പോൾ ആദ്യകാലത്ത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസങ്ങളുണ്ടായി. അഗ്ന, ധന്യത നൽകി അല്ലേ? പ്രവാചകൻ്റെ ജീവിതത്തിൽ 25-ാമത്തെ വയസ്സിൽ തന്നെ ആര് കടന്നു വരുന്നുണ്ട്? ആര് കടന്നു വരുന്നു? 40 വയസ്സ് പ്രായമുള്ള തൻ്റെ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ കടന്നു വരുന്നു. അതിനു മുമ്പ് തന്നെ ഖദീജ റളിയല്ലാഹു അൻഹുവിൻ്റെ ബിസിനസ് കാര്യങ്ങളിലൊക്കെ ഉള്ള ചുമതല ആർക്ക് കിട്ടുന്നുണ്ട്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടുന്നുണ്ട്. കച്ചവട സംഘത്തിലൊക്കെ പോയിട്ടില്ലേ? അപ്പോൾ ഈ ജീവിതത്തിലുള്ള ധന്യത അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അതിനാൽ എന്ത് വേണം? ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, അതുണ്ടാകണം. അനാഥനെ ഒരിക്കലും താങ്കൾ അടക്കി ഭരിക്കാൻ പാടില്ല, അവഗണിക്കാൻ പാടില്ല, പരിഗണിക്കണം. വഅമ്മസ്സായില ഫലാ തൻഹർ, ചോദിച്ചു വരുന്ന ആളുകളെ
ഒരിക്കലും വിരട്ടി ഓടിക്കാൻ പാടില്ല. അവരെ ചേർത്ത് നിർത്തണം. അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അവരെ സഹായിക്കണം എന്നാ പറയുന്നത്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളുടെ തീച്ചൂളകളിലൂടെ തന്നെയാണ് ആര് ജീവിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് എന്ന് കാണാൻ കഴിയും. അത് എന്താണ്? നന്മയാണ് എന്ന് അബൂബക്കർ സിദ്ദീഖിനെ റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിക്കുകയാണ്. മാത്രമല്ല, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതെല്ലാം മുസ്ലിങ്ങൾക്ക് പ്രയാസമായപ്പോൾ റസൂലിൻ്റെ അരികിൽ വന്ന ഒരു ആവലാതി ഫശക്കൗ ദാലിക ഇലാ റസൂലുള്ളാഹി, ഈ ആയത്ത് മൻ യഅമൽ സൂഅൻ യുജ്സ ബി എന്ന ഈ ആയത്താണ് അവരെ പ്രയാസപ്പെടുത്തിയത്. പ്രവാചകൻ അവരോട് പറഞ്ഞു, സദ്ദിദു വഖാരിബു, സദ്ദിദു വഖാരിബു, നിങ്ങൾ എന്ത് ചെയ്യണം? നേരെ ചൊവ്വേ നിങ്ങളുടെ ജീവിതത്തെ നിലനിർത്തണം. അത് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടാകണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. സദീദ്, ഖൗലുൻ സദീദ് എന്ന് പറഞ്ഞാൽ എന്താ? വളച്ചു കെട്ടില്ലാത്ത, വക്രതയില്ലാത്ത, നേരെ ചൊവ്വയുള്ള വാക്കുകളായിരിക്കണം നമ്മുടെ സംസാരങ്ങളിൽ ഉണ്ടാകേണ്ടത്. അതേപോലെ ജീവിതവും അങ്ങനെയായിരിക്കണം. വഖാരിബു ഫഇന്ന ഫീ കുല്ലി മാ അസ്വാബൽ മുസ്ലിം കഫാറ, ഒരു മുസ്ലിമിന് സംഭവിക്കുന്ന എല്ലാ വിപത്തും അവൻ്റെ തിന്മക്കുള്ള കഫാറത്താണ്, പ്രായശ്ചിത്തമാണ്. സുബ്ഹാനല്ലാഹ്, അതൊരു വലിയ നേട്ടമല്ലേ, അനുഗ്രഹമല്ലേ? ആ സന്ദർഭത്തിൽ ആരെ മറക്കാൻ പാടില്ല? അള്ളാഹുവിനെ മറക്കുകയല്ല, കൂടുതൽ ഓർക്കുകയാണ് വേണ്ടത്. ഹത്തശൗക യുശാക്കുഹ, അവൻ്റെ കാലിൽ തറക്കുന്ന ഒരു മുള്ളിന് പോലും അവനെന്താണ്? പ്രതിഫലമാണ്. അതിന് മുള്ളിലെടുത്ത് കൂടെ നടക്കൊന്നും വേണ്ട. ഇതൊക്കെ ഇങ്ങനെ പറ്റിപ്പോകുന്ന സംഗതിയാണ്. അതുപോലും വന്നഖ്ബ യുൻഖബുഹ, അവനുണ്ടാകുന്ന മുറിവും അതേപോലെ തന്നെ അവൻ്റെ കാലിൽ തറക്കുന്ന ഒരു മുള്ളും അവനുണ്ടാകുന്ന രോഗങ്ങളും ഒക്കെ എന്താണ്? അവനൊരു കഫാറത്തായി ഭവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെയുള്ള നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പം അതാണ് വലാ യജിദു ലഹു മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസ്വീറാ. അപ്പം നിങ്ങൾ ദീനിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ അവഗണിച്ച് ഞങ്ങൾ മുസ്ലിമാണ്, ഞങ്ങൾ കഴിച്ചിലാകും, ഞങ്ങൾ ജൂതനാണ്, ഞങ്ങൾ ക്രിസ്ത്യാനിയാണ്, ഞങ്ങൾ എന്തായാലും രക്ഷപ്പെടും, ഞങ്ങൾ അള്ളാഹിൻ്റെ അടുത്ത ആൾക്കാരാണെന്നുള്ള ഈ വ്യാമോഹങ്ങൾ വെച്ച് നിങ്ങൾ നടക്കേണ്ടതില്ല. എന്താണ് ദീൻ? അതാ ദീനിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. എന്താണ് ദീൻ എന്ന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളുടെ രക്ഷകനാവുകയില്ല. അള്ളാഹുവിൻ്റെ അരികിൽ നിന്നുള്ളൊരു സഹായം നിങ്ങൾക്ക് ഇതിൻ്റെ പേരിൽ മാത്രം ലഭിക്കുകയില്ല എന്നാണ്. ഇനി അത് ഒന്നുകൂടി വിശദീകരിക്കുകയാണ് അടുത്ത ആയത്ത് ചെയ്യുന്നത്. മൻ യഅമൽ മിനസ്സാലിഹാതി മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. മൻ യഅമൽ മിനസ്സാലിഹാത്ത്, സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ. ആരെങ്കിലും വല്ല സൽക്കർമ്മങ്ങളും ചെയ്യുകയാണ് എങ്കിൽ അത് മിൻ ദക്കറിൻ ഔ ഉൻസ, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും. ദക്കർ എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീ, മെയിൽ ഫീമെയിൽ, അതാണ് ഇവിടെ. ശരിക്കും ഖുർആനിൻ്റെ ഈ വാക്യങ്ങളിലൊന്നും സ്ത്രീ പുരുഷൻ എന്നുള്ളൊരു സംഗതി പറയേണ്ടതില്ല. ഖുർആൻ്റെ സംബോധനകൾ അറബി ഭാഷയിലുള്ള ശൈലിയും എന്തുതന്നെയാണ്? എല്ലാവർക്കും ബാധകമായ രീതിയിലാണ് പറയുക. ഈ സർവനാമം നമ്മൾ പറയില്ലേ, സർവനാമങ്ങൾ, അവൻ അവൾ എന്നൊക്കെ മലയാളത്തിലുള്ള അറബിയിൽ എന്തൊക്കെയാണ്? ഹുവ ഹിയ, അല്ലേ? ഹുവ ഹുമ ഹും ഹിയ ഹുമ ഹുന്ന എന്നൊക്കെ പറയുന്ന ഈ സർവനാമങ്ങൾ. അപ്പോൾ ശരിക്ക് ഹുവ എന്ന് പറഞ്ഞത് അവൻ എന്ന ഒരു വ്യക്തിയാണ്. അതിൽ ആരുമുണ്ട്? ആണുണ്ട്, പെണ്ണുണ്ട്, സ്ത്രീകളുമുണ്ട്. സംബോധന നോക്കൂ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ. അതാരാ? അതിൽ ആരൊക്കെ ഉൾപ്പെടും? ആരൊക്കെ ഉൾപ്പെടും? ആണും പെണ്ണും ഉൾപ്പെടൂലേ? പെണ്ണുങ്ങളെ വേറെ വിളിക്കണോ അതിൽ? ഇല്ല. അങ്ങനെ വേറെ വിളിക്കുന്നില്ല ആണോ എന്ന് വേണമെങ്കിൽ അവരൊക്കെ കഴിച്ചിലാവും.
നോമ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അല്ലാഹ് എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ്സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. സത്യവിശ്വാസികൾ ആമനു എന്നതിൽ ആരെല്ലാം ഉൾപ്പെട്ടു? സ്ത്രീകളും ഉൾപ്പെട്ടു, പുരുഷന്മാരും ഉൾപ്പെട്ടു. വെള്ളിയാഴ്ച ജുമുഅന്റെ കാര്യം പറഞ്ഞപ്പോഴും യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെട്ടു. അപ്പോൾ ആമനു എന്നുള്ളതിലൊക്കെ യാ അയ്യുഹല്ലദീന ആമനു സ്ത്രീകളും പുരുഷന്മാരും അതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ അതാണ് അപ്പം ചില ആൾക്കാർ മനസ്സിലാക്കിയത് എന്താണെന്നോ? അപ്പോൾ നോക്കൂ, നിങ്ങൾ മയ്യിത്ത് നിസ്കാരത്തിലുള്ള ദുആ അല്ലേ? മയ്യിത്ത് നിസ്കാരത്തിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സി മുദ്ഖലഹു വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബർദ് വനഖിഹി മിനൽ ഖതായ കമാ യുനഖ്ഖ അസ്സൗബുൽ അബീദു മിനദ് ദനസ് വഅബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വഖിഹി മിൻ ഫിത്നത്തിൽ ഖബ്രി വഅദാബിൻ നാർ. ചില്ലറ വ്യത്യാസത്തിൽ ചില റിവായത്തുകളൊക്കെ മാറിയും വന്നിട്ടുണ്ട് കേട്ടോ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് പറഞ്ഞ ആരാണ്? ഹു എന്ന് പറഞ്ഞ ആരാണ്? മയ്യിത്താണ്. മയ്യിത്താണും പെണ്ണുമായിട്ട് നമ്മളെ മുമ്പിൽ ഉണ്ടാവില്ലേ അല്ലേ? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്നല്ല നമ്മൾ ചൊല്ലല്. ഹദീസിലൊക്കെ അങ്ങനെ തന്നെയല്ലേ വന്നിട്ടുള്ളത്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ ഹാ എന്നല്ല പറഞ്ഞ ഏതെങ്കിലും ഹദീസുകൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ പ്രാർത്ഥന കണ്ടിട്ടുണ്ടോ? ആ മതി. ഹു എന്ന് പറഞ്ഞാൽ ആ മയ്യത്ത് ആണായാലും പെണ്ണായാലും, മാത്രമല്ല അത് ആണും പെണ്ണും അതിൽ ഉൾപ്പെടുന്നു എന്നില്ല. അപ്പോൾ ബസ്സിൽ കയറിയാൽ പോലെ, ബസ്സിൽ നിങ്ങൾ സീറ്റ് കണ്ടിട്ടില്ലേ? സ്ത്രീകളുടെ സീറ്റ് ആണെങ്കിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ടാകും സ്ത്രീകൾ. അവിടെ ആർക്ക് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ? സ്ത്രീകൾ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. അവിടെ പുരുഷന്മാർ ഇരുന്നാൽ സ്ത്രീകൾ വരികയാണെങ്കിൽ കണ്ടക്ടർ എണീറ്റ് കൊടുക്കുക. പിന്നെ നമ്മളെ വിചാരം മറ്റതൊക്കെ നമുക്കില്ലാണ്. ഏത്? സ്ത്രീകൾ എന്ന് എഴുതാത്ത സീറ്റുകളൊക്കെ ആരുതാണെന്ന നമ്മളെ വിചാരം? അതൊക്കെ പുരുഷന്മാരുതാണെന്ന വിചാരം കേട്ടോ. അതാരുതാണ്? അതെല്ലാവർക്കും ഇല്ലാണ്. അത് കോമണാണ്. സ്ത്രീകളെ സീറ്റ് നിറഞ്ഞ് പുരുഷന്മാരുടെ സീറ്റ് കാലിയുണ്ട്. അവിടെ പിന്നെ സ്ത്രീകൾ കയറിയാൽ അവിടെ ഇരിക്കൂലേ? പിന്നെ ഒരു പുരുഷൻ കയറിയാൽ എണീക്ക് കയറിയാൽ നമ്മൾ പറയാൻ വകുപ്പുണ്ടോ? ഇല്ല. അവിടെ സ്ത്രീകളിരുന്നാൽ സ്ത്രീകളത്, ആ പുരുഷനിരുന്നാലത് പുരുഷൻ്റെത്. അതുപോലെ തന്നെയാണ് ഈ നൗണ്, ഈ സർവനാമം. ഹൂ എന്നില്ലേ അടങ്ങാറാക്കിയിട്ട് എന്താക്കേണ്ടതില്ല, ഹ ആക്കേണ്ടതില്ല. അത് ആണും പെണ്ണും പെടും. ഈ മറ്റേ നമ്മളെ മയ്യത്ത് ഇതിലുണ്ടത്. മയ്യത്ത് നിസ്കരിക്കുമ്പോഴുള്ള ദുആ ഇടങ്ങാറായിട്ട് ചെല്ലുന്ന കാണാം. അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ വർഹംഹാ. എന്നിട്ട് ശ്രദ്ധ മുഴുവൻ ദമീറിലായിരിക്കും പോണത്. അതവിടെ തെറ്റുണ്ടോ, ആണ് പെണ്ണുണ്ടോ, പെണ്ണ് കാണാണ്ടോ എന്ന് പറഞ്ഞിട്ട് നീയത്തിലെ കോൺസെൻട്രേഷൻ അല്ല, നിസ്കാരത്തിലെ കോൺസെൻട്രേഷൻ മുഴുവൻ ദമീർ തെറ്റുണ്ടോ എന്നോടത്തൊക്കെ പോയി പറയുന്ന സംഗതി എന്താണെന്നോടത്തേക്കല്ല. അങ്ങനെ ആകരുത്. അതാണ് ഇവിടെ വമൻ യഅമൽ മിനസ്സാലിഹാത്ത്. അപ്പോൾ സൽക്കർമ്മങ്ങൾ ഇവിടെ ചിലയിടങ്ങളിൽ അല്ലാഹ് അത് എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങനെ സംശയം ഇല്ലാതിരിക്കാൻ വേണ്ടി മിൻ ദക്കരിൻ ഔ ഉൻസ എന്ന് പറയുന്നത് കാണാൻ കഴിയും. വഹുവ മുഅ്മിൻ. ആണായാലും പെണ്ണായാലും അവൻ ആരാകണം? ഈമാനുള്ളവനാകണം. ഈമാനോടുകൂടി സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ഒരു അമല് ചെയ്യുകയാണെങ്കിൽ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്നാണ്. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർക്ക് ഒരു പ്രത്യേക പ്രതിഫലം, ഒരു പുണ്യം ചെയ്താൽ സ്ത്രീകൾക്ക് വേറൊരു പ്രതിഫലം എന്നില്ല. പ്രതിഫലം അള്ളാഹുവിൻ്റെ അരികിൽ എന്താണ്? തുല്യമാണ്. ആണിനും പെണ്ണിനും വ്യത്യാസമില്ലാത്ത ഒരേപോലെയുള്ള പ്രതിഫലമായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുക. ഈ പ്രതിഫലം ആണിനും പെണ്ണിനും ഒരുപോലെ പ്രതീക്ഷിക്കാം. പിന്നെ ആ കാറ്റഗറൈസ് ചെയ്യുന്നത് നമ്മുടെ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹ് പറഞ്ഞു തന്നത് രണ്ടു പേർക്കും ഒരുപോലെയായിരിക്കും. അള്ളാഹു പിന്നെ നമ്മുടെ നിയ്യത്തിൻ്റെയും അതിലുള്ള നമ്മുടെ ഇഖ്ലാസിൻ്റെയും ഖുശൂവിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നെന്ത് ചെയ്യുക. അത് ഒരു സ്ത്രീക്കാണ് ഏറ്റവും കൂടുതൽ ഖുശൂ ഉള്ളതെങ്കിൽ അവർക്കായിരിക്കും കൂടുതൽ
പ്രതിഫലം ഉണ്ടാവുക. അതാണ് ഇവിടെ. فَأُولَٰئِكَ يَدْخُلُونَ الْجَنَّةَ وَلَا يُظْلَمُونَ فَتِيلًا وَلَا يُظْلَمُونَ نَقِيرًا. അല്ലേ? ഒരംശം പോലും എന്ത് ചെയ്യുകയില്ല, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് അനീതി കാണിക്കുകയില്ല. നഖീർ എന്ന് പറഞ്ഞാൽ ഈ ഈത്തപ്പഴത്തിൻ്റെ കുരുവില്ലേ, ഈത്തപ്പഴത്തിൻ്റെ കുരു, അതിൻ്റെ ഒരറ്റത്തുണ്ടാകും ഒരു ഡോട്ട് ഉണ്ടാകും കേട്ടോ. എത്ര ചെറുതാണ്. അതാണ് ഇവിടെ. ഒരംശം പോലും, ലവലേശം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോടും അനീതി പ്രവർത്തിക്കുകയില്ല. ഫതീൽ എന്നുള്ള വേറൊരു പ്രയോഗം ഖുർആനിലുണ്ട്. അതും അവർക്ക് പരിചയമുള്ള സാധനമാണ് എന്ത്, ഈത്തപ്പഴം. വളരെ കുറച്ച് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഈ പദങ്ങളാണ് ഖുർആൻ ഭാഷയിൽ പ്രയോഗിച്ചിട്ടുള്ളത്. ഈത്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ മുകളിൽ കനം കുറഞ്ഞൊരു പാടല്ലേ, എത്ര ചെറുതാ, അത്ര പോലും. അവ പെട്ടെന്ന് മനസ്സിലാവുക. ഈത്തപ്പഴം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിന്നണമല്ലോ അവർ, അതുമായിട്ട് ബന്ധമല്ലവരുമാണ്. അത്ര കുറച്ച് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോടും അനീതി കാണിക്കുകയില്ല എന്നാണ് ഇതിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇനി നോക്കൂ, വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ. അപ്പോൾ ഞങ്ങൾ ഇബ്രാഹിം നബിൻ്റെ, ഇസ്മായിൽ നബിൻ്റെ, ഇസാഖ് നബിൻ്റെ ഒക്കെ പിന്മുറക്കാരാണ് എന്ന് പറയുന്ന ആളുകൾ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ കാര്യം അല്ലാഹു പ്രത്യേകം ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. വമൻ അഹ്സനു ദീനൻ, ഉത്തമമായ മതക്കാരനായി ആരുണ്ട്, ഏറ്റവും നല്ല മതാനുയായി ആരാണ് എന്നാണ് അല്ലാഹു പഠിപ്പിച്ചിരുന്നത്. അഹ്സനു ദീനൻ, ഉത്തമമായ മതം. അപ്പോൾ ഏറ്റവും ഉത്തമമായ മതക്കാരനായി ആരുണ്ട്? മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, തൻ്റെ മുഖത്തെ അല്ലാഹുവിന് സമർപ്പിച്ചവനേക്കാൾ. തൻ്റെ മുഖത്തെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ വജ്ഹഹു എന്ന് പറഞ്ഞതുകൊണ്ട് തൻ്റെ ജീവിതം സമർപ്പിക്കുക എന്നുള്ളതാണ്. അറബി ഭാഷയിൽ ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ഏതെങ്കിലും ഒരു ജുസ് പറഞ്ഞ് അതുകൊണ്ട് കുല്ല് ഉദ്ദേശിക്കും. പറയുന്നത് എന്തേ ഉള്ളൂ, ജുസേ ഉണ്ടാവുള്ളൂ. ഉദ്ദേശം എന്തായിരിക്കും, മുഴുവനായിരിക്കും. അതുകൊണ്ടാണ് വജ്ഹഹു എന്ന് പറഞ്ഞാൽ, നമ്മൾ വജ്ജഹത്തു വജ്ഹിയ എന്നല്ലേ പറയാ. നിസ്കരിക്കാൻ നിൽക്കുമ്പോഴേ നമ്മുടെ ദുആഉൽ ഇഫ്തിതാഹിൽ നമ്മളെന്താ പറയുക, വജ്ജഹത്തു വജ്ഹിയ, എൻ്റെ മുഖത്തെ ഞാനിതാ തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ, ബാക്കിയൊക്കെ വേറെ ഭാഗത്തേക്കാ തിരിച്ച്, നമ്മളെ തന്നെയാണ് എന്ത് ചെയ്തത്, മുഴുവനായിട്ടാണ്. അപ്പോൾ ഉദ്ദേശം എന്താണ്, മുഖമാണ് പറയുന്നതെങ്കിൽ നമ്മൾ നമ്മളെ തിരിച്ചു വച്ചിരിക്കുന്നു എന്നാണ്. വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ, അതേപോലെയുള്ളൊരു പ്രയോഗമാണ്. വയബ്ഖാ കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. സൂറത്തുർ റഹ്മാനിൽ പറയുന്നില്ലേ, എല്ലാം നശിക്കും എന്ന്, സർവനാശം സംഭവിക്കുന്ന ആ ഊത്തോടുകൂടി. അന്ത്യദിനത്തിൽ സർവനാശത്തിൻ്റെ ഒരു ഊത്തില്ലേ, ഒരു നഫ്ഖ, ഇസ്രാഫീൽ അല്ലേ, ഊതുന്ന സന്ദർഭത്തിൽ സർവനാശത്തിൻ്റെ ഊത്തോടുകൂടി കുല്ലു മൻ അലൈഹ ഫാൻ, ആരെ അവശേഷിക്കുകയുള്ളൂ, വയബ്ഖാ വജ്ഹു റബ്ബിക്, നിന്റെ റബ്ബിൻ്റെ വജ്ഹ് അവശേഷിക്കും എന്ന് പറഞ്ഞാൽ എന്താ, റബ്ബ് മാത്രം ഉണ്ടാകും. ഇത് ഭാഷയിലുള്ളൊരു പ്രയോഗമാണ്. അള്ളാഹിൻ്റെ മുഖം മാത്രം എന്നല്ല, അള്ളാഹു മാത്രം അവശേഷിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിന് ദീനായി സമർപ്പിച്ചവനേക്കാൾ ഏറ്റവും ഉത്തമമായ ദീനിനെ പിന്തുടർന്നവൻ ആരാണ്? നമ്മുടെ ജീവിതം ആർക്ക് സമർപ്പിക്കുകയാണ്? ഒരു മുസ്ലിം അള്ളാഹുവിന് സമർപ്പിക്കാൻ. അതോടൊപ്പം തന്നെ അവൻ്റെ ഒരു വിശേഷണം എടുത്തു പറയാണ്, വഹുവ മുഹ്സിൻ, അവൻ ആരായിരിക്കണം? മുഹ്സിനായിരിക്കണം. അവൻ സുകൃതം ചെയ്യുന്നവനായിരിക്കണം.
എന്ന് പറഞ്ഞാൽ എന്താണോ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാളിപ്പോകും. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പാളിച്ച് സംഭവിക്കാത്ത സുഹൃതങ്ങളിൽ പെടുന്ന ആൾക്കാർ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ വന്നിട്ടുണ്ട് അല്ലേ? അധികവും എങ്ങനെ വന്നത്? മനുഷ്യരൂപത്തിലാണ്. സയ്യിദുൽ മലായിക്ക, മലക്കുകളുടെ സയ്യിദായ ജിബ്രീൽ അലൈഹിസ്സലാമിന് 600 ചിറകുകളുണ്ട്. ഈ 600 ചിറകുകളും വിടർത്തി അതേ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ തനി രൂപത്തിൽ റസൂലിൻ്റെ അരികിൽ 2 തവണ വന്നിട്ടുള്ളൂ. 2 തവണ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഖുർആനിൽ അത് പറയുന്നുണ്ട്. ആ 2 തവണയെക്കുറിച്ചും വിശദീകരണമുണ്ട്. അല്ലാത്ത രൂപത്തിലൊക്കെ മനുഷ്യൻ്റെ രൂപത്തിലാണ് വരുന്നത്. നബി ഇരിക്കുമ്പോൾ നബിൻ്റെ അടുത്ത് വന്നിട്ട് ഒരാളിരിക്കുകയാണ്. നബിയുടെ കാലോട് ചേർത്ത് കാല് വെച്ചിട്ട് ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് മൽ ഈമാൻ, ഈമാൻ കാര്യമാണ് ചോദിക്കുന്നത്. നബി പറഞ്ഞു കൊടുക്കുന്നു. മൽ ഇസ്ലാം, ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. 3ാമത്തെ ചോദ്യമുണ്ട്. അതാണെന്ത്? ഇഹ്സാൻ. മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ? ഇഹ്സാൻ ചെയ്യുന്നവനാണ് ആര്? മുഹ്സിൻ. മുഹ്സിൻ ആരാണ്? ഇഹ്സാൻ അനുഷ്ഠിക്കുന്നവനാണ്. അൽ ഇഹ്സാൻ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്, അള്ളാഹുവിനെ നീ കാണുന്നുണ്ടെന്ന പോലെ അവനെ ആരാധിക്കലാണെന്ത്? ഇഹ്സാൻ. ഫഇല്ലം തകുൻ തറാഹ്, അള്ളാഹിനെ കാണുന്നുണ്ട് നമ്മൾ? ഇല്ല. ഫഇല്ലം തകുൻ തറാഹ്, നീ അവനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക്ക്, അവൻ നിന്നെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അള്ളാഹിനെ കാണൽ എങ്ങനെയാണ്? നമ്മൾ അള്ളാഹിനെ കാണുന്നത് എങ്ങനെയാണ്? ഓരോ മോമിനും അള്ളാഹുവിനെ കാണുന്നത് എങ്ങനെയാണ്? അള്ളാഹു നമ്മെ കാണുന്നുണ്ടെന്ന ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാകിക്കൊണ്ടാണ് നമ്മൾ അള്ളാഹിനെ കാണുന്നത്. അള്ളാഹ് നമ്മളെ കാണുന്നുണ്ട്. ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ ആ ഒരു ബോധങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര നിഷ്കളങ്കമായിരിക്കും. നീ പഠിച്ചോ, എന്നെ കാണുന്നുണ്ട്. ഒരാളൊരു സഹായം തേടി നമ്മുടെ അരികിലേക്ക് വരികയാണ്. നമുക്ക് എന്തും പറഞ്ഞ് അയാളെ പിരിച്ചയച്ചൂടെ? അല്ലേ? പിരിച്ചയച്ചൂടെ? ഉതിറുകൾ പറഞ്ഞുകൂടെ? ഒഴിവായിക്കൂടെ? ഇതെനിക്ക് ചെയ്യാൻ കഴിയുന്നൊരു സഹായമാണ്. എനിക്കതിനുള്ള സാമ്പത്തികവും ശാരീരികവുമായ അനുഗ്രഹം പഠിച്ചപ്പോൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ എനിക്ക് സഹായിക്കണം. ഇതെനിക്ക് കിട്ടിയൊരു ചാൻസാണ്. അള്ളാഹ് എന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടിയ കാര്യം ചെയ്യുമ്പോൾ അതെന്തായി? ഇഹ്സാൻ. നമ്മളൊരു അപകടം കാണുകയാണ്. നമുക്ക് കാഴ്ചക്കാരായിട്ട് അല്ലേ മൊബൈലൊക്കെ എടുത്തത് നമ്മളെ കൂടെ ചിലപ്പോൾ അയാൾ വീണ്ടെടുക്കുന്ന ആളെ കൂടെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് സ്റ്റാറ്റസ് ആക്കി വിടാം. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എന്താ പരിപാടി. ഇല്ല, ഇതെനിക്ക് ഇന്ന കാര്യം ഈ വിഷയത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കി ഉണർന്ന് പ്രവർത്തിക്കുന്നതാണെന്ത്? ഇഹ്സാൻ. ആര് കാണുന്നുണ്ട്? മാലോകരെ കാണിക്കാനല്ല. അവിടെ റിയാവ് എന്ത് ചെയ്യുന്നു? തുടച്ചു നീക്കപ്പെടുന്നു. ഈ ഒരു വിചാരം ഒരു മുഹ്സിൻ്റെ ജീവിതത്തിൽ എന്ത് കടന്നു വരൂല? മുഹ്സിനായ ഒരാളുടെ ജീവിതത്തിൽ എന്ത് കടന്നു വരൂല? റിയാ കടന്നു വരും. ആ റിയായിൽ നിന്ന് രക്ഷപ്പെട്ടാൽ തന്നെ നമ്മുടെ കർമ്മങ്ങൾ ഒരുപാട് വെയിറ്റ് കൂടും. അതാണ് ഈ അമലിൻ്റെ കൂടെ ചേർത്ത് അള്ളാഹു പറഞ്ഞത്. വമൻ ദീന് ഏറ്റവും ക്ലിയർ ആക്കാനുള്ള വഴി അവിടെ പറഞ്ഞിരുന്നത് വമൻ അഹ്സനു ദീനൻ, ഉത്തമമായ മതക്കാരൻ ആരുണ്ട് എന്ന് ചോദിച്ചിട്ടാണ്. മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, തൻ്റെ ജീവിതം അള്ളാഹുവിന് സമർപ്പിച്ചവനേക്കാൾ. വഹുവ മുഹ്സിൻ, അവൻ ആരായിരിക്കണം? അവൻ നേര് പ്രവർത്തിക്കുന്നവൻ, സുഹൃതവാനായിരിക്കണം. അതോടൊപ്പം തന്നെ വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മില്ലത്തിനെ വക്രതയില്ലാത്ത മനസ്സോടുകൂടി അനുധാവനം ചെയ്യുന്നവനായിരിക്കണം. ഇത്തിബാ, അതിനെ ഫോളോ ചെയ്യുക. ഇത്തബാ എന്ന് പറയുന്നത് എന്താ? ഫോളോ ചെയ്തു. മുത്തബി ഫോളോവറാണ്. വത്തബഅ മില്ലത ഇബ്രാഹിം, ഇബ്രാഹീമിൻ്റെ മില്ലത്തിനെ എങ്ങനെ? ഹനീഫ, നേർക്കുനേരെ, എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്ന് മുക്തമായ അവസ്ഥയിൽ.
ഇബ്രാഹിം നബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, വഇദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി വഖൗമിഹി ഇന്നനീ ബറാഉം മിമ്മാ തഅബുദൂൻ. ഇബ്രാഹിം തൻ്റെ ജനതയോടും തൻ്റെ പിതാവിനോടും ഇങ്ങനെ പ്രസ്താവിച്ചിട്ടുണ്ട്, നിങ്ങൾ ആരാധിക്കുന്ന ഈ ആരാധ്യ വസ്തുക്കളിൽ നിന്നൊക്കെ, നിങ്ങളുടെ ഈ ആരാധനാ കർമ്മങ്ങളിൽ നിന്നൊക്കെ ഞാൻ മുക്തനാണ്, ഞാൻ അതിൻ്റെ കൂടെ ഇല്ല. ഞാൻ ഏകദൈവ വിശ്വാസിയാണ്, ഏകദൈവാരാധകനാണ്. നിങ്ങളോ ബഹുദൈവ വിശ്വാസികളാകുന്നു, ബഹുദൈവാരാധകരാകുന്നു. ഇല്ലല്ലദീ ഫതറനി ഫഇന്നഹു സയഹ്ദീൻ. ഞാൻ എന്നെ സൃഷ്ടിച്ചവനായ റബ്ബിനെയാണ് ആരാധിക്കുന്നത്, അവനാണ് എനിക്ക് നേരായ വഴി കാണിച്ചു തരുന്നത്. ഈ ഒരു പ്രഖ്യാപനം ഉണ്ടല്ലോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ഈ പ്രഖ്യാപനം, വജഅലഹാ കലിമതൻ ബാഖിയതൻ ഫീ അഖിബിഹി ലഅല്ലഹും യർജിഊൻ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം വരുന്ന മുഴുവൻ ജനതതികൾക്കും അത് അവശേഷിക്കുന്ന, അദ്ദേഹത്തിൻ്റെ കാലശേഷം അവശേഷിക്കുന്ന ഒരു ഉത്തമ വചനമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാവരും അതിലേക്ക് മടങ്ങി വരാൻ. എതിലേക്ക് മടങ്ങി വരാൻ? ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് ഏകദൈവ വിശ്വാസത്തിലേക്ക്. സൃഷ്ടികളെ ആരാധിക്കുന്നതിൽ നിന്ന് സ്രഷ്ടാവിനെ ആരാധിക്കുന്ന ഈ അവസ്ഥയിലേക്ക് എല്ലാവരും മടങ്ങി വരാൻ. അതാണ് മില്ലത്തു ഇബ്രാഹിം. ചുരുക്കി പറഞ്ഞാൽ മില്ലത്തു ഇബ്രാഹിം അതാണ്. എന്തിനു വേണ്ടിയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്? ഏകദൈവ വിശ്വാസം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ഖലീൽ എന്ന് പറഞ്ഞാൽ എന്താ? മിത്രം, സുഹൃത്തായി സ്വീകരിച്ചു. ഓക്കെ, നിങ്ങൾ സട്ടാവായ റബ്ബ് തൻ്റെ സൃഷ്ടികളിൽ ഉത്തമനായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രേഷ്ഠനായ ഒരു പ്രവാചകന് ഏത് സ്ഥാനം നൽകി? സ്നേഹിതൻ എന്ന, സുഹൃത്ത് എന്ന, കൂട്ടുകാരൻ എന്ന സ്ഥാനം നൽകിയെന്നാണ്. അത് വലിയ ബഹുമതിയാണ്. അപ്പം അമ്പിയാക്കളിൽ ഏറ്റവും കൂടുതൽ അല്ലേ ഈ ബഹുമതി ഖലീൽ എന്ന് പറഞ്ഞ ആരെങ്കിലും കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിശുദ്ധ ഖുർആനിൽ അങ്ങനെ തന്നെയുള്ളൊരു വിശേഷണം. അപ്പോൾ ഖുല്ലത്തിൽ നിന്നാണ് എന്ത് വരുന്നത്? ഖലീൽ വരുന്നത്. ഗായത്തുൽ മഹബ്ബ എന്നാണ് അതിൻ്റെ അർത്ഥം. സ്നേഹത്തിൻ്റെ അങ്ങേ അറ്റത്തെ അവസ്ഥക്കാണ് എന്ത് പറയാ? ഖുല്ലത്ത് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഖലീൽ ഉണ്ടാവുന്നത്. അള്ളാഹു അത്രമേൽ തൻ്റെ അടിമകളിൽ ഇഷ്ടപ്പെട്ട ഒരാളാണ് ആര്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ആ മാർഗമാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാർഗമാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് എന്നാണ് ഈ ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഈ ആയത്തൊന്ന് ഓതി നോക്കൂ. രണ്ടായത്തെടുത്ത് നമ്മൾ 3 ആയത്ത്. ومن أحسن دينا ممن أسلم وجهه لله وهو محسن واتبع ملة إبراهيم حنيفا واتخذ الله إبراهيم خليلا ولله ما في السماوات وما في الأرض. ഇനി അള്ളാഹുവിൻ്റെ പരമാധികാരത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ആയത്താണ്. വലില്ലാഹി മാഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശങ്ങളിലും ഭൂമികളിലും ഉള്ളതെല്ലാം ആർക്കുള്ളതാണ്? അള്ളാഹുവിനുള്ളതാണ്. ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ്? അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അപ്പോൾ എല്ലാറ്റിൻ്റെയും ഉടമയാരാണ്? എല്ലാറ്റിൻ്റെയും ഉടമയാരാണ്? അള്ളാഹുവാണ്. മനുഷ്യരായ നമ്മൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ശ്രേഷ്ഠരാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്. നമ്മുടെ ഉടമാരാണ്? അള്ളാഹുവാണ്. ഈ ഭൂമി, ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നും അള്ളാഹുവിൻ്റെ അധീനത്തിലല്ലാതെ ഇല്ല, അവൻ്റെ ഉടമാവകാശത്തിൽപ്പെട്ടതല്ലാതെ ഇല്ല. പിന്നെ മനുഷ്യരായ നമുക്ക് പാടുള്ള അവകാശം എന്താ? നമുക്ക് പഠിച്ചോൻ
താൽക്കാലികമായ അവകാശം മാത്രമേ നൽകിയിട്ടുള്ളൂ. ശാശ്വതമായ അവകാശമേ നമുക്ക് നൽകിയിട്ടുള്ളൂ. നമ്മൾ നമ്മുടേതാണെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരം അല്ലേ? നമ്മുടെ ശരീരം നമ്മളതല്ലേ? അല്ലസ്തു നിങ്ങളുടെ ശരീരം നിങ്ങൾ തന്നെയല്ലേ? ആണോ? അല്ലാഹ് തന്നാണ്. അപ്പോൾ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് എന്തുണ്ട്? അവസരം നൽകി. അപ്പോൾ നിങ്ങളുടെ ശരീരം എന്ത് ചെയ്യാം? നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? താൽക്കാലികമായി ഉപയോഗിക്കാനുള്ളതിൻ്റെ പരമാധികാരി ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടേതെന്ന് പറയുന്ന നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങളുടെ മാത്രം നിയന്ത്രണത്തിൽ നടത്താൻ കഴിയും? ഒരു മുട്ടുസൂചി എടുക്കുക, ഒരു ശരീരത്തിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇങ്ങനെ കുത്തുക, ഇത്ര ഭാഗം എൻ്റെ അധികാരത്തിൽപ്പെട്ടാണെന്ന് പറയാൻ കഴിയും? ഒന്നുമില്ല. നമ്മൾ നമ്മുടേതാണെന്ന് പറയുന്നതൊന്നും ആരുടേതല്ല? നമ്മുടേതല്ല. നിങ്ങളുടെ സ്വത്ത് ആരുടേതാണ്? നിങ്ങളുടെ സ്വത്ത് ആരുടേതാണ്? അള്ളാഹു നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ച സ്വത്താണ്. അപ്പോൾ അള്ളാഹിൻ്റെ ഇഷ്ടപ്രകാരം നമ്മളൊരു ട്രസ്റ്റി മാത്രമാണ്. കൈകാര്യം ചെയ്തോളൂ എന്ന് പറഞ്ഞ് പഠിച്ചവൻ തരാണ്. ചിലപ്പോൾ കൂടുതൽ തരും കേട്ടോ. ചിലപ്പോൾ എന്ത് ചെയ്യും? വയഖദിർ, അവനതിൽ കണക്കാക്കി തരും, കുറച്ച് തരും. അതൊക്കെ പഠിച്ചവൻ തീരുമാനിച്ചതിനനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നഹനു ഖസംനാ ബൈനഹും മഈശത്തഹും ഫിൽ ഹയാത്തി ദുനിയ. ഭൗതിക ജീവിതത്തിൽ അവരുടെ വിഭവങ്ങളൊക്കെ നാമാണ് പങ്കുവെച്ച് ഓരിവെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സ്വത്ത് ഓരിവെച്ച് കൊടുക്കുന്നില്ലേ നമ്മൾ? സ്വത്ത് ഓരിവെച്ച് കൊടുക്കുമ്പോൾ ആൺകുട്ടികൾക്ക് ഒരു ഓരി അധികം കൊടുക്കും, പെൺകുട്ടികൾക്ക് അത്ര ബാധ്യത ഇല്ലാത്തതുകൊണ്ട് ആൺകുട്ടികൾക്ക് കൊടുക്കുന്നതിൻ്റെ പകുതി കൊടുക്കും അല്ലേ? ഒരു പിതാവിൻ്റെ സ്വത്ത് ഇങ്ങനെ ഇസ്ലാമികമായി കൃത്യമായി ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും മക്കൾ ഓരി വെച്ചെടുക്കുകയാണെങ്കിൽ അവർക്ക് പിന്നെ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും ആ സ്വത്ത് ജീവിതത്തിൽ അനുഭവപ്പെടുക? ഇല്ല. ചിലർക്ക് പിന്നെ എന്ത് ചെയ്യും? ആ സ്വത്ത് തന്നെ കൂടുതൽ ഉണ്ടാക്കാൻ കഴിയും. ചിലരെന്ത് ചെയ്യും? ഇല്ല തന്നെ കുറഞ്ഞു പോകും. കൈകാര്യം ചെയ്യാനുള്ള അധികാരം പഠിച്ചത് നമുക്ക് നൽകിയിട്ടുള്ളൂ. അപ്പോൾ സർവാധിപതി ആരാണ്? അതോ ഈ ഇത്തരം ആയത്തുകളുണ്ടല്ലോ, ഇത് നമ്മൾ അള്ളാഹ് തന്നെയാണ്. ഇതിൻ്റെ ആശയമാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കൂടുതൽ ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത്. വലില്ലാഹി മാഫിസ് സമാവാതി വമാ ഫിൽ അർള്. ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതിൻ്റെ മുഴുവൻ ആധിപത്യം, മുൽക്ക് ആർക്കാകുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാകുന്നു. ഈ പ്രയോഗത്തിലൂടെ ഒന്നും ഒഴിവാകുന്നില്ല. അതാണ് ഖുർആൻ്റെ ഈ പ്രയോഗം. മാഫിസ് സമാവാതി വമാ ഫിൽ അർള് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒഴിവായോ? വാനലോകങ്ങളിലും ഭൂമിയിലും ഉള്ളത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒഴിവായോ? ഇല്ല. അതൊക്കെ അല്ലാഹുവിനാണ്. വകാനല്ലാഹു ബികുല്ലി ഷൈഇൻ മുഹീതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തെക്കുറിച്ചും പൂർണ്ണമായി അറിവുള്ളവനാകുന്നു. അഹാത്ത ബികുല്ലി ഷൈ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ അറിവ് ആർക്കേ ഉള്ളൂ? അള്ളാഹുവിനെ ഉള്ളൂ. ആയത്തുൽ കുർസി നമ്മൾ ഓതുമ്പോൾ ഇതിന് സമാനം മുഹീത്ത് അല്ലേ? വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ അല്ലേ? വലാ യുഹീതൂന, അഹാത്ത യുഹീതു, അതിൽ നിന്നാണ് എന്ത് വരുന്നത്? മുഹീത്ത്. അപ്പോൾ ഒരു വസ്തുവിനെ കുറിച്ചുള്ള പരിപൂർണമായ അറിവ് ആർക്കെന്നെയുള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്കേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള അറിവ് നമുക്കില്ലേ? കുറച്ചൊക്കെ. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമുക്കറിവില്ലേ? കുറച്ചൊക്കെ. പരിപൂർണമായ അറിവ് നമുക്കുണ്ടോ? നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ രോഗം തുടങ്ങിയിട്ടുണ്ടോ? എന്തൊക്കെ രോഗമുണ്ടോ നമുക്കറിയോ? ഇല്ല. ഒന്നിനെക്കുറിച്ചും. വകാനല്ലാഹു ബികുല്ലി ഷൈഇൻ മുഹീതാ. ഏത് കാര്യത്തെക്കുറിച്ചും പരിപൂർണമായി അറിവുള്ളവൻ. കുല്ലി ഷൈ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാകുന്നു എന്നതാണ്. ഇതിൽ 3 കാര്യങ്ങളാണ്. വഖദ് ജാഅത്ത് ഹാദിൽ ആയൽ ഖാത്തിമ. ഈ പ്രയോജനങ്ങളൊക്കെയാണ് ഈ ആയത്തിലൂടെ നമുക്ക് നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഈ ദീനിനെ സമർപ്പിച്ചിട്ടുള്ളത്, ഈ ദീൻ ഉൾക്കൊള്ളുന്ന ഓരോ വ്യക്തികളും
അവരുടെ ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സമർപ്പിക്കാനുള്ളതാണ്. അതാണ് ഈ അവസാന ഭാഗത്തെ ആയത്തിൽ പറയുന്നത്. ഈ ദീനിൻ്റെ തനിമയാർന്ന ആദർശത്തെ നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ള പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ പ്രവാചകനാണ് ആര്? ഇബ്രാഹിം അലൈഹിസ്സലാം. അദ്ദേഹം പ്രവാചക പിതാവ് കൂടിയാണ്, അല്ലേ? പ്രവാചക ശൃംഖലയുടെ ഒരു പിതാവ് കൂടിയാണ് ആര്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഉലുൽ അസ്മി മിനർ റസുൽ എന്ന രീതിയിൽ പ്രവാചകന്മാർ, ഏറ്റവും ശ്രേഷ്ഠരായ പ്രവാചകന്മാരെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഉലുൽ അസ്മ് 5 പ്രവാചകന്മാരാണ്. ഉലുൽ അസ്മ് മിനൽ അംബിയ അതാരൊക്കെയാണ്? ഒന്ന്, ആദ്യത്തെ പ്രവാചകനായ നൂഹ് അലൈഹിസ്സലാം. ആദ്യത്തെ പ്രവാചകനാരാണ്? നൂഹ് അലൈഹിസ്സലാം. രണ്ടാമത്തേത് പിന്നെ ആരാണ്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അബുൽ അംബിയ എന്ന പേരിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാം അറിയപ്പെടുന്നത്. മൂന്നാമത്തേത് മൂസ അലൈഹിസ്സലാം. നാലാമത്തേത് ഈസ അലൈഹിസ്സലാം. അഞ്ചാമത്തേത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരാണ് ഉലുൽ അസ്മി മിനർ റുസുൽ എന്ന് പറയുന്നത്, പ്രവാചകന്മാരിൽ ശ്രേഷ്ഠൻ. നൂഹ് നബി അലൈഹിസ്സലാം ആകട്ടെ അബുൽ ബഷർ അസ്സാനി എന്ന പേരിലാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. രണ്ടാം മനുഷ്യപിതാവ്, പിതാവിൻ്റെ ഒന്നാമത്തെ മനുഷ്യപിതാവ് ആരാണ്? അബുൽ ബഷറുൽ അവ്വൽ ആരാണ്? ആദം അലൈഹിസ്സലാം. അബുൽ ബഷർ അസ്സാനി എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കളിൽ, അല്ലേ, ആ സന്താന പരമ്പരകളാകുന്ന നൂഹ് അലൈഹി സ്വലാം വരെ ഉണ്ടായിരുന്ന ആ സന്താന പരമ്പരകളിൽ പെട്ട എല്ലാ മനുഷ്യരെയും, മുവഹിദുകളല്ലാത്ത എല്ലാവരെയും ആദ്യത്തെ മഹാപ്രളയത്തിൽ എന്ത് ചെയ്തു? അവരൊക്കെ മുങ്ങി മരിച്ചു. അന്ന് രക്ഷപ്പെട്ടത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പലിൽ വിശ്വാസികളായിട്ടുണ്ടായിരുന്ന സമൂഹം മാത്രമാണ്. അവർ മനുഷ്യ ചരിത്രത്തിൻ്റെ രണ്ടാമത്തെ ഒരു ഘട്ടം തുടങ്ങുകയാണ് അവിടെ. അതുകൊണ്ടാണ് ദുർരിയ്യത മൻ ഹമൽനാ മഅ നൂഹ് എന്ന് ഖുർആൻ സൂറ ഇസ്രായിൻ്റെ ആദ്യ ഭാഗത്തിൽ പറയുന്നുണ്ട്. ദുർരിയ്യത മൻ ഹമൽനാ മഅ നൂഹ്, നൂഹിൻ്റെ കൂടെ നാം രക്ഷപ്പെടുത്തിയ സന്താന പരമ്പരകളിൽപ്പെട്ടവർ. അതാണ് അബുൽ ബഷർ അസ്സാനി രണ്ടാമത്. മൂന്നാമത്തേത് അബുൽ അംബിയ, പ്രവാചകന്മാരുടെ പിതാവ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമുക്ക് എത്ര മക്കളുണ്ടായി? ഇസ്മായിൽ അലൈഹിസ്സലാം, പിന്നെ ഇസ്ഹാഖ് അലൈഹിസ്സലാം. ഇസ്ഹാഖ് അലൈഹിസ്സലാമയുടെ സന്താന പരമ്പരകളിലാണ് ഈസ അലൈഹിസ്സലാം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും വരുന്നത്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരകളിൽ പിന്നെ പ്രവാചകന്മാരുണ്ടായോ? ഇല്ല. പഠിച്ചോ നോക്കി നിങ്ങൾ, പഠിച്ചോൻ്റെ ഒരു ഹിക്മത്ത്. മൂസ അലൈഹിസ്സലാം കഴിഞ്ഞിട്ട് ആര് വന്നു? ഈസ അലൈഹിസ്സലാം. അതായത് തൗറാത്ത് കൊടുത്തു, പിന്നെ എന്ത് വന്നു? ഇഞ്ചീൽ വന്നു. പഴയ നിയമം വന്നു, പഴയ നിയമം വന്നു, പിന്നെ പുതിയ നിയമം വന്നു. അതിലൊക്കെ സന്തോഷ വാർത്ത അറിയിച്ചു. ആരെക്കുറിച്ച്? ഇനിയൊരു പ്രവാചകൻ വരാനുണ്ട്. ഇതാ വരുന്നത്. അപ്പോൾ ഒരു കാത്തുക്കുകയാണ് ഒരു പ്രവാചകനെ. ജൂതന്മാരും ക്രിസ്ത്യാനികളും പ്രവാചകനെ വരുന്നുണ്ട്. അവരതുവരെ വന്ന പ്രവാചക ശൃംഖലയിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ കാത്തിരിക്കുമ്പോഴാണ് ഇതുവരെ പ്രവാചകന്മാർ വന്നിട്ടില്ലാത്തൊരു ശൃംഖലയിൽ നിന്ന്, അതാരാണ്? ഇസ്മായിലി പരമ്പരയിൽ നിന്ന് അതാ വരുന്നു മക്കത്ത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരൊറ്റ കാരണത്താലാണ് ഇത് അറിയുന്ന ജൂത ക്രിസ്ത്യാനികൾ വരെ ആരെ നിഷേധിച്ചത്? മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ പരമ്പരയിലല്ല ഉണ്ടാകേണ്ട പ്രവാചകന്മാർ, അവിടുന്ന് ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് പ്രവാചകന്മാരുടെ ചരിത്രം. അതിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഇബ്രാഹിമി മില്ലത്താണ്. ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലോകത്തുള്ള മതവിശ്വാസികൾ ആരാണ്? ക്രിസ്ത്യാനികളാണ്. ജൂതന്മാർ കുറവാണല്ലോ, അല്ലേ? അത് കുറച്ച് തന്നെ മതി എന്നിപ്പോൾ തോന്നുന്നുണ്ട് നമുക്കല്ലേ. ഒന്നായിട്ട് കൊന്നൊടുക്കിയല്ലോ. ആരെ കൊന്നൊടുക്കിയ? ജൂതന്മാരെ. ഹിറ്റ്ലർ കൊന്നൊടുക്കിയില്ലേ? മൂപ്പര് കുറച്ച് അവശേഷിപ്പിച്ച എന്തിനു വേണ്ടിയാണെന്നോ? ഞാൻ ഇവരെ
എന്തുകൊണ്ടാണ് കൊന്നൊടുക്കിയത് എന്നുള്ളത് ഇനി ശേഷം വരുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിന് കുറച്ച് വേണ്ടേ? അതിനു വേണ്ടി ഇവരുടെ ഈ ക്രൂരത എത്രത്തോളം ഉണ്ടെന്ന് ലോകത്തിന് ബോധ്യപ്പെടാൻ കൂടിയാണെന്ന്. അപ്പോൾ നോക്കി നിങ്ങൾ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പ് വന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പം മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികളുണ്ട് എന്ന് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? മുഹമ്മദ് നബിക്ക് മുമ്പ് വന്ന ആരാണ്? ഈസാ നബി. അതുകൊണ്ടല്ലേ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ആരുണ്ടായത്? ക്രിസ്ത്യാനികളുണ്ടായത്. അങ്ങനെയാണെങ്കിൽ ജൂതന്മാരല്ലേ കൂടുതലുണ്ടായത്? അതിൻ്റെ മുമ്പ് വന്ന ആളാണ് ആര്? മൂസാ നബി അലൈഹി സ്വലാം. എന്തുകൊണ്ട് ജൂതന്മാർ കുറച്ചായി? 3 വേദക്കാരെന്ന് പറയണ എന്തുകൊണ്ടാണ് കുറച്ചായത്? അതാണ് ശരി. അതായത് ജൂതനായ ഒരു ആണിലൂടെ പെണ്ണിലൂടെ ജനിച്ച ഒരാൾ ആരാകുകയുള്ളൂ? ബൈ ബർത്ത് അവരെന്തേ ഉള്ളൂ? മതവിശ്വാസിയാകും. എന്നാൽ മതമാറ്റത്തിലൂടെ ഇസ്ലാമിലേക്ക് ആൾക്കാർക്ക് വരാം, ക്രിസ്ത്യാനിറ്റിയിലേക്കും ആൾക്കാർക്ക് കടന്നു വരാം. ഏറ്റവും കൂടുതൽ ആ സംഗതി മതപ്രബോധനവും മിഷനറി പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് ആര്? ക്രിസ്ത്യാനികൾ. അതാണിത് വ്യത്യാസം. ജന്മത്തിലൂടെ മാത്രമേ ഒരാൾ എന്ത് ചെയ്യുള്ളൂ? ജൂതനാവുകയുള്ളൂ എന്നുള്ളതുകൊണ്ട്. ഓക്കെ, നമുക്ക് നിർത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ അതിൻ്റെ കൃത്യമായ രീതിയിൽ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും റഹ്മാനായ റബ്ബ് നമുക്ക് തുണയേകുമാറാകട്ടെ. നമ്മിൽ സംഭവിക്കുന്ന തെറ്റുകൾ അവൻ നമുക്ക് പുറത്തു തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ രോഗികൾക്കും ശിഫയും ശമനവും നൽകുമാറാകട്ടെ. റബ്ബന അത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين.